മറ്റൊരായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മഹോദ്രവകാലത്തിലെ ചില ചിന്തകളാണ് പറഞ്ഞത്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറഞ്ഞു. 10 കൊമ്പ്, 7 കോണ്ടിനൻസിൽ നിന്ന് വരുന്നവൻ, 10 രാജമുടി, ഇതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴതിനകത്ത് 10 അധികാരത്തിൽ നമ്മൾ പറഞ്ഞു സമാധാനം എടുത്തു കളയും, 1 എല്ലാവരോടും സംസാരിക്കും, 2 3 യഹൂദനെ കയ്യിലെടുക്കും, 3 4 അവനെ കൈവിട്ടുപോയ ക്രൈസ്തവ ജനതയെ കയ്യിലെടുക്കും, 5 അവനെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ അവനെ കൈക്കലാക്കും. ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ മീൻസ് സമ്പദ്ഘടന അവൻ കയ്യിലാക്കും. 6 കാര്യം പറഞ്ഞ 3.5 വർഷം കഴിയുമ്പോൾ അവൻ ദേവാലയം പണിഞ്ഞ് അതിനകത്ത് യഹൂദനെ മുഴുവൻ അവൻ കയ്യിലാക്കിയല്ലോ. അത് കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ അവൻ കയറി യാഗം നിർത്തിയിട്ട് അവനെ അവൻ്റെ പ്രതിമ വെച്ച് നമസ്കരിക്കാൻ പറയും. ഈ 6 കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. 7 അധികാരം മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് സംസാരിക്കാനുള്ള ഒരു അധികാരം കിട്ടുന്നു. വെളിപ്പാട് ദിവസം 13-14 വാക്യത്തിൽ മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാലാൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. 15 വാക്യം മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തതൊക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. നമുക്കിപ്പം അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സയൻസിന് കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റോബോട്ടിക്കായിട്ടുള്ള കാര്യങ്ങൾ, റോബോട്ട്സിനെ ഉപയോഗിച്ച് പല ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇടവന്നതായിട്ട് നമ്മൾ കാണുന്നു. പ്രത്യേകിച്ച് ഈ സീവേജ് ക്ലീനിങ്ങിനകത്ത് റോബോട്ടിക് ആക്ടിവിറ്റീസ്, അതുപോലെ വീട്ടിലെ പണി ചെയ്യിക്കുന്നത്, അതുപോലെ ഹാർവെസ്റ്റിങ്, ഈ എല്ലാത്തിലും റോബോട്ടിക്കായിട്ട് ഇപ്പം പ്രതിമകളെ നിർമ്മിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നു. കഴിഞ്ഞ ദിവസം ആപ്പച്വലായിട്ട് ഇങ്ങനെ കാണുകയായിരുന്നു, വീട്ടിലെ ജോലിക്ക് മെയ്ഡ്സിനെ ഉണ്ടാക്കി 2.5 ലക്ഷം രൂപയ്ക്ക് ചൈനക്കാർ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ അതിൽ മനുഷ്യൻ്റെ ശരീരം പോലെ തന്നെ ഇരിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി നേരത്തെ പ്രോഗ്രാം ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് വീട്ടിൽ ചെയ്യേണ്ടത് എല്ലാം ചെയ്യും. ഒരു നെക്സ്റ്റ് 4-5 ഇയേഴ്സ് കഴിയുമ്പോഴേ മിക്കവാറും നമ്മുടെ ഭവനങ്ങളിലൊക്കെ റോബോട്ട്സ് മിക്കവാറും എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അവന് ജീവൻ കൊടുക്കാനായിട്ട് പറ്റും. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ തന്നെ പ്രതിമ ചിന്തിക്കുകയും പറയുകയും ചെയ്യും എന്ന് കാണുന്നു. മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാനായിട്ട് ഒക്കെ കള്ളപ്രവാചകനാണ് പ്രതിമ നിർമ്മിക്കുന്നത്. അതായത് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് സംസാരിക്കാനുള്ള കഴിവും കൊടുക്കും. അപ്പോഴെന്താണ് മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തതൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കണം. അത് എല്ലായിടും കാണും, ഓൺ ചെയ്ത്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടറിൽ, അതുപോലെ മൊബൈലിലുമൊക്കെ സ്റ്റാർട്ടായി കഴിയുമ്പോൾ മൃഗത്തിൻ്റെ പ്രതിമ വന്ന് നമ്മുടെ ഭാഷയിൽ നമ്മുടെ ഗുഡ് മോർണിംഗ് പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഇൻസ്ട്രക്ഷൻ തരികയോ ഒക്കെ ചെയ്യും. അതിനെ നമ്മൾ നമസ്കരിക്കണം എന്ന് പറയുമ്പോഴേ ദൈവമല്ലാതെ വേറെ ആരും നമസ്കരിക്കലെന്നുള്ള യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമാണ്. ഈവൻ ഇപ്പോഴേ നമുക്കറിയാമല്ലോ, ഈ ഹോക്കറിനെയൊക്കെ കയറ്റിയിട്ട് ഈ ആൻഡ്രോയിഡ് ഫോൺസിനകത്തും എല്ലാ ഫോൺസിനകത്തും കയറ്റി വിട്ടിട്ട് അതിൻ്റെ സിസ്റ്റമൊക്കെ ഡിസ്ട്രോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടല്ലോ, നമുക്കറിയാം. വൈറസ്, ട്രോജൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വല്ലതും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹോക്കറിനെയൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവനെ നമസ്കരിക്കാതിരിക്കുകയോ അവനെതിര് പറയുകയോ ഒക്കെ ചെയ്യുന്നവരെ അവന് ഈ ഹോക്കറിനെ വിട്ടിട്ട് തന്നെ ഒരു കമ്പ്യൂട്ടർ ബേസ്റ്റ് അല്ലെങ്കിൽ മൊബൈൽ പൊട്ടിത്തെറിച്ച് പെട്ടെന്നൊരു ബേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആളിനെ കൊല്ലാനായിട്ട് പറ്റും. അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കിക്കൂടായില്ല. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് സംസാരിക്കാനുള്ള അവകാശം കള്ളപ്രവാചകൻ പ്രതിമ നിർമ്മിച്ച് കൊടുക്കുമ്പോൾ അത് സംസാരിക്കാനുള്ള ആത്മാവിനെ കൊടുക്കും. അതൊരു വലിയൊരു പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു അധികാരമാണ് ആൻറ്റി ക്രൈസ്റ്റിന് കൊടുക്കുന്നത് എന്ന് കാണാം. ഇപ്പോഴേ തന്നെ നമുക്കറിയാം, ഇത് അനുസരിച്ച്
ആർട്ടിഫിഷ്യൽ അത്രയ്ക്ക് വളർന്നു വരികയാണ്. അന്നേരം അതനുസരിച്ച് ഈ ദിവസങ്ങളിൽ അത് ഈസി ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. 13:16 എല്ലാവർക്കും ഒരു മുദ്ര വേണം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയി ഉള്ളവനെ വല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയാക്കുന്നു. അടുത്ത അവകാശം അതാണ്. നെറ്റിയിലും വലം കൈമേലുള്ള മുദ്ര. ചിപ്പ് വന്നത് നമുക്കറിയാം. എലോൺ മസ്കിൻ്റെ ലേറ്റസ്റ്റ് ചിപ്പ് വന്ന ന്യൂറോ ചിപ്പ് വന്നത് നമുക്കറിയാം. ബ്രെയിനിൽ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ചിന്തകളെ ക്രമീകരിക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞായിട്ട് അറിയാം. ഇനിയിപ്പം അത് ഇംപ്ലാന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ത്രൂ ആൻ ഇഞ്ചക്ഷൻ ആ ചിപ്പ് നമുക്ക് ഘടിപ്പിക്കാൻ പറ്റുന്ന പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷനിൽ കൂടി തന്നെ നമ്മുടെ ഉള്ളിൽ അത് ഏത് പാർട്ടിനായിട്ടാണ് വരേണ്ട അവിടെ വന്ന് അതവിടെ ആകും. അത് ഈ ID ചിപ്പ് എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം ഇരുന്നത്. എന്നാൽ അതൊക്കെ മാറി ഇപ്പോൾ അതിനൊക്കെ മാറിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വന്ന് ഇഞ്ചക്ഷനിൽ കൂടി തന്നെ ചിപ്പ് ഘടിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്താണ് അത് ചെയ്യുമ്പോൾ അവൻ്റെ ശക്തിയും അവൻ്റെ അധികാരവും ആ വ്യക്തിയിലേക്ക് വരികയാണ്. അത് അവർ പോകുമ്പോൾ ബാങ്കിൽ ചെന്നാൽ ആ നമ്പറുണ്ട്. ഇതിനകത്ത് 666 എന്നൊക്കെ പറയുന്ന നമ്പറുകളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ചിപ്പ് നമ്മൾ ഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലൊരു ഇഞ്ചക്ഷൻ എടുക്കുകയോ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എല്ലായിടവും പ്രവേശനം പെർമിറ്റ് ചെയ്യും. ഈവൻ ചിലപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിൽ കയറുമ്പോഴോ ഒക്കെ ഈ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പലപ്പോഴും അത് പെർമിറ്റ് ചെയ്യുള്ളൂ. ആ ഒരു ഡെവലിക് പവർ അത് നമ്മളിൽ വ്യാപരിക്കാനും കൂടി അത് സഹായിക്കും. എല്ലാ രീതിയിലും കൺട്രോൾഡ് ആവും. അവനെ നമസ്കരിക്കാത്തവനെ ഹോക്കർ വിട്ട് തട്ടിക്കളയും. അല്ലെങ്കിൽ ആ ചിപ്പ് ഇല്ലെങ്കിൽ ഒന്നും വാങ്ങാനും വിൽക്കാനും പറ്റത്തില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എവറിത്തിങ് ഈസ് കൺട്രോൾഡായിട്ട് വരുന്നതായിട്ട് കാണാം. 9ാമത്തെ കാര്യം പറയാനായിട്ടുള്ള, ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും അവൻ കൺട്രോൾ ചെയ്യും. റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ് മനുഷ്യൻ്റെ ചിന്തകൾ അറിയുകയും ആ ചിന്തകൾ മനസ്സിലാക്കി അവരെ അടിമയാക്കുകയും ചെയ്യാനായിട്ടുള്ള പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവന് മനസ്സിലാവും. ആ രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ മുഴുവൻ, ലോകത്തിലുള്ള മനുഷ്യരെ മുഴുവൻ അവന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ലോകത്തിലുള്ള സകല മനുഷ്യരെയും അവന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് 9ാമത് പറയുന്ന അവൻ്റെ അധികാരം എന്ന് പറയുന്നത്. 10ാമത്തെ അധികാരം എല്ലാവരെയും ഒക്കെ കൺട്രോൾ ചെയ്തില്ല. അന്നേരം ഇനിയിപ്പോൾ അവനാണ് ഭരിക്കുന്നത്. അതിനാൽ അവൻ്റെ ലോകത്തിൻ്റെ നിയമം തന്നെ മാറ്റും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അവൻ അത്യുന്നതനായതിന് വിരോധമായി വമ്പു പറയും, അത്യുന്നതനായൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. സമയങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റുന്നതിന് അവൻ ശ്രമിക്കും. നമുക്ക് അറിയാം, ധാർമ്മികത, മോറൽ ലോ ഇപ്പോഴ് ലോകത്തിലുണ്ട്. അതിൻ്റെ കാരണം കർത്താവിനെ അറിയുന്നു അല്ലെങ്കിൽ വിശ്വാസികളായ ചെറിയൊരു സമൂഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമുണ്ട്. ലോകത്തിലെ നിയമങ്ങളെല്ലാം തന്നെ 10 കൽപ്പനകളിൽ നിന്ന് ഉടലെടുത്ത ഒന്നാണ്. അത് യൂറോപ്പിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ആദ്യം അത് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അതിനുശേഷം ലോകത്തിലെല്ലാം തന്നെ ഈ മോറൽ ലോസ് ഇപ്പോഴുണ്ട് എന്നുള്ളത്. കൊലപാതകം, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വ്യഭിചാരം, കൊലപാതകം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കള്ളം പറയുന്ന, പിടിച്ചുപറി, ഇതിനൊക്കെ തന്നെ പണിഷ്മെൻ്റ് ഇപ്പോഴുണ്ട്. ഇപ്പോഴും ലോകത്തിൻ്റെ കോടതി അതെല്ലാം അതിന് തെളിവ് ചോദിച്ചിട്ട് അത് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോന്ന് കുറഞ്ഞ് അത് ലീഗല് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ഇതാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വ്യഭിചാര കുറ്റം എന്ന് പറഞ്ഞൊരു കുറ്റം പൊതുവേ ജനറലി ഇല്ല. കാര്യം ഫോർണിക്കേഷൻ അല്ലെങ്കിൽ അഡൽട്ടറി, ഇതൊക്കെ സമ്മതത്തോട് ചെയ്യുന്നതിനൊന്നും ഇപ്പം കുഴപ്പമില്ല. കല്യാണം കഴിക്കേണ്ട, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വന്നതോടുകൂടി അതെല്ലാം അഴിയാനായിട്ട് തുടങ്ങി. അതിൻ്റെ ആ സീരിയസ്നെസ് അഴിയാൻ തുടങ്ങി. അവിടെ തന്നെ അറിയാം, തീവ്രവാദികൾ വന്നു, കൊലപാതകികളെ
പിടിച്ചുപറിക്കാർ, ഇങ്ങനെയൊക്കെയുള്ളവരുടെ നിയമം അതെല്ലാം ഗ്രാജുവലി കുറഞ്ഞു വരികയാണ്. തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഗ്രൂപ്പ് തീരുമാനിക്കുന്നു. കാരണം അവർക്ക് ചില കാര്യങ്ങൾ നടത്തിയെടുക്കണം. അന്നേരം ആ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോയി അത് ചെയ്തോളും. അതിനുവേണ്ടി അവർക്കൊരു സപ്പോർട്ട്, അങ്ങനെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ടോട്ടലി ലോകത്തിൻ്റെ നിയമം മാറി വരുന്ന സാഹചര്യം. ഇതെല്ലാം പൈശാചികമായിട്ടുള്ള കാര്യമാണ്. ഈ 10 കാര്യങ്ങളാണ് ഇവൻ ചെയ്യുന്നത്. ഈ ലോകത്തിൽ അവന് 10 രാജ്യമുടിയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് 10 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോഴേ അങ്ങനെ വരുമ്പോഴത്തേക്ക് ലോകം മുഴുവൻ അവൻ്റെ കീഴിലാവും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ നമുക്ക് സ്വർഗത്തിലൊരു യുദ്ധം നടക്കുന്നതായിട്ട് കാണാം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. അത് ഇതിൻ്റെ പുറകിൽ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോട് തള്ളിക്കളഞ്ഞു. അപ്പോഴിവിടെ സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടാവുകയാണ്. പിശാചും സാത്താനുമായ മഹാസർപ്പം. അവൻ്റെ പേരാണ് മഹാസർപ്പം. ഈ ആൻറ്റിക്രൈസ്റ്റ് ആ മഹാസർപ്പത്തിൻ്റെ മൃഗം സമുദ്രത്തിൽ നിന്നുള്ള മൃഗവും കരയിൽ നിന്നുള്ള മൃഗവും, ഒന്ന് കള്ളപ്രവാചകൻ, രണ്ടൊരു പൊളിറ്റിക്കൽ ലീഡർ. ഈ മഹാസർപ്പം കൂടെ ചേർന്ന് 3 കൂടിയാണ് ഇവിടെ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായത് എന്ന് കാണുന്നു. അതായത് സാത്താൻ ഭൂമിയിലേക്ക് വരികയാണ്. ഈ യുദ്ധമുണ്ടായതിനു ശേഷമാണ് സാത്താൻ ഭൂമിയിലേക്ക് അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത്. അതിന് മുമ്പേ അത് കാണാം, അവൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പൂർണ്ണതയിൽ വരുന്നത് ഈ യുദ്ധത്തിന് ശേഷമാണ്. മിഖായേലും കൂട്ടരും ഈ മഹാസർപ്പത്തോട് പടവെട്ടുന്നത് പീഡനകാലത്തിൻ്റെ മധ്യഭാഗത്താണ്. അപ്പോഴെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഴയ നിയമത്തിലെ പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, ഈ സ്വർഗം അത്ര നിർമ്മലമല്ല എന്ന് പറയും. നമ്മളിപ്പോൾ സ്വർഗീയം എന്ന് പറഞ്ഞാലും സ്വർഗം നിർമ്മലമല്ല. കാരണം പിശാചിന് പലപ്പോഴും സ്വർഗത്തിൽ കയറിപ്പോകാനുള്ള അവകാശമൊക്കെ ഉണ്ട്. കാരണം പല പ്രാവശ്യം വിശുദ്ധന്മാർക്ക് എതിരായിട്ട് സംസാരിക്കുന്ന, അവർ പാപം ചെയ്യുമ്പോൾ എതിരായിട്ട് സംസാരിക്കുന്ന പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി അവരെ കുറ്റം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. രാപ്പകൽ ദൈവസന്നിധിയിൽ സഹോദരന്മാരെ കുറ്റം പറയുന്നവൻ എന്നുള്ളൊരു പേര് തന്നെയുണ്ട്. അവൻ്റെ പേര് അപവാദി എന്നും അവനൊരു പേരുണ്ട്. അതിന് സാത്താനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: പഴയ പാമ്പ്, പിശാച്, സാത്താന്, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്നവൻ, അപവാദി, ഭൂതത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നവൻ. ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഈ സാത്താനുണ്ട്. അതിന് ശരിക്കും അവിടെ ഒരു യുദ്ധം നടന്ന് യവനെ അടിച്ച് അവിടെ നിന്ന് പുറത്തിയടിച്ചു. അതിനിപ്പോൾ ഇനി അവിടെ ഇല്ല, അവൻ്റെ പ്രസൻസേ അവിടെ ഇല്ല. അവിടുന്ന് പൂർണ്ണമായിട്ട് അവൻ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. അതിപ്പോൾ നോക്കി ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ കൂടുതൽ കാണുന്നില്ലേ? സാത്താൻ്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിട്ട് ഭൂമിയിൽ നമ്മൾ കാണുന്നില്ലേ? പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. നിയമങ്ങൾ മാറി വരുന്നുണ്ട്. അതെല്ലാം തന്നെ സൈറ്റനിക് ഇൻഫ്ലുവൻസ് ആണ്. പൊളിറ്റിക്കൽ ലീഡേഴ്സിനെ എടുത്ത് നോക്കി, അത് ആളുകളെ സെർവ് ചെയ്യുന്നതിന് പകരം അവർ കൂടുതൽ പണം സമ്പാദിക്കുകയും അവരുടെ പവർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യാനല്ലേ നോക്കുന്നത്. അല്ല, ആളുകളോട് കരുണ കാണിക്കുന്ന ആ പ്രകൃതം കുറഞ്ഞില്ലേ? ആളുകൾ കൂടുതലായിട്ട് സെൽഫിഷ് ആകുന്നില്ലേ? ഇതെല്ലാം തന്നെ പൈശാചികമായിട്ടുള്ള ഒരു ചിന്തയാണ്. അത് അവിടുന്ന് പൂർണ്ണമായിട്ട് പുറത്ത് ചാടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഇതെല്ലാം നമ്മൾ അന്ത്യകാലത്തിനോട് അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഭൂതത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും മഹാസർപ്പമായ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അത് മാത്രമല്ല, അവൻ്റെ ദൂതന്മാരെയും അവനോട് തള്ളിക്കളഞ്ഞു. നമുക്ക് പിശാചിൻ്റെ കുറിച്ച് കൂടുതലായിട്ട് ഒരു എപ്പിസോഡുണ്ട്. അന്നേരം ആ സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാം. അവനും പൂർണ്ണ അധികാരം ഭൂമിയിലേക്ക് കിട്ടി. അപ്പോഴെല്ലാത്തിനെയും അവൻ നിയന്ത്രിച്ചു. അവൻ്റെ 10 അവകാശങ്ങൾ അവൻ കയ്യിലെടുത്തു. അതനുസരിച്ച് ഭൂമിയിൽ ആളുകളെ തെറ്റിച്ചുകൊണ്ടിരിക്കും. തെറ്റിക്കാൻ എളുപ്പമാണ്, കാരണം തടുക്കുന്നവൻ ഇവിടെ നിന്ന് മാറി
പരിശുദ്ധാത്മാവ് അവനെ തടുത്തുകൊണ്ടിരുന്ന് സഭ ഇവിടുന്ന് മാറിയതുകൊണ്ട് കുറച്ചുകൂടെ അവന് എളുപ്പമായി കാര്യങ്ങളെ ചെയ്യാൻ. പിന്നെ ആളുകൾ അതിനെക്കുറിച്ച് വലുതായിട്ട് ചിന്തിക്കുന്നില്ല. ആദ്യം തന്നെ ആളുകൾക്കെല്ലാം വലിയൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് അവൻ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് ആളെല്ലാം കയ്യിലെടുക്കാനായിട്ട് എളുപ്പമായി. പിന്നീട് ഒരു രക്തച്ചൊരിച്ചിൽ പോലെ ലോകത്തിലായി തീർന്നു എന്ന് കാണുന്നു. അന്നേരം അവിടെ അവനെ ഭൂമിയിലേക്ക് തള്ളിയിട്ട് കഴിയുമ്പോഴാണ് അവിടെ സ്വർഗത്തിലെ ഒരു വലിയ മഹാശബ്ദമുണ്ടായത്. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. അവിടെയാണ് ആധിപത്യം തുടങ്ങിയപ്പോഴാണ് അവിടെ കല്യാണം സദ്യ അവിടെ ആരംഭിക്കുന്നത് നമ്മൾ ഓർക്കുക. മണവാളനും മണവാട്ടിയും തമ്മിലുള്ള വലിയ സെലിബ്രേഷൻ അതാണ് അവിടെ തുടങ്ങുന്നത്. ഇവിടെ എന്താണ് തുടങ്ങുന്നത്? ഇവിടെ പിശാചിൻ്റെ മുഴുവൻ ആധിപത്യം ഭൂമിയിൽ വന്ന് മനുഷ്യരെ പിടിച്ച് ഞെരുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. അവനെ വർഷിപ്പിക്കാത്തവരെല്ലാം കൊന്നുകളയും. ഈ പല സമയങ്ങളിൽ പോലും നമ്മളിനിയും ഈ വെളിപ്പാടിൻ്റെ പല മുദ്രകളെക്കുറിച്ചും അതുപോലെ കാഹളത്തെക്കുറിച്ചും ഈ വരുന്ന എല്ലാ ക്രോധകലശത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴേ ഓരോ പ്രാവശ്യവും യവൻ്റെ ആക്രമണം ഭൂമിയിൽ വരുമ്പോഴേ ദൈവം പല രീതിയിൽ ആളുകളെ മനപരിവർത്തനം നടത്തി കർത്താവിലേക്ക് തിരിയണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പലരും ഈ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവരുടെ ആത്മാക്കളെ ഉയരത്തിൽ കണ്ടതായിട്ടും വെളിപ്പാട് പുസ്തകത്തിലെ യോഹന്നാൻ കണ്ട ദർശനത്തിൽ പറയുന്നുണ്ട്. ആ സമയത്ത് പലതും അങ്ങനെ മാറി ആളുകൾ കർത്താവിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇവരെല്ലാം ഈ പീഡയെ കൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഈ പീഡയിൽ കൂടി കടന്നു പോകാനായിട്ട് ആർക്കും നമുക്ക് ആഗ്രഹമില്ലല്ലോ. ഈ പിശാച് എപ്പോഴും എങ്ങനെയാണ് സ്വർഗത്തിൽ അവകാശം പിടിച്ചു പറ്റാൻ ശ്രമിച്ചതുപോലെ അവൻ ഭൂമിയിലെ മുഴുവൻ അവകാശം പിടിച്ചു പറ്റി മനുഷ്യനെ പീഡയിൽ കൂടി കടത്തിക്കൊണ്ട് പോവാണ്. ദൈവമക്കളും ഇന്ന് അനുഭവിക്കുന്ന പല കഷ്ടങ്ങളിലും സാത്താന് പങ്കുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവമക്കൾ അനുഭവിക്കുന്ന പല കഷ്ടങ്ങളിലും സാത്താനെന്നും പങ്കുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം, ഈ കഷ്ടപ്പാടിൽ കൂടി കടന്നു പോകാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. സഭയെ ദൈവം വീണ്ടെടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ സഭയിലെ അംഗങ്ങളായി തീരുവാനായിട്ട്, കർത്താവിൻ്റെ മക്കളായി തീരുവാനായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കതിനുവേണ്ടി തീരുമാനമെടുക്കാം. ഈ 10 രാജമുടി 10 അധികാരം ഈ പിശാചിന് കിട്ടിയപ്പോഴേ, പിശാച് അത് വെച്ച് പ്രവർത്തിക്കുമ്പോഴേ അതിൽ നമ്മൾ ഒരിക്കലും ആ കിങ്ഡത്തിലായിരിക്കാൻ കർത്താവ് ഇടവരുത്തട്ടെ, സഹായിക്കട്ടെ. അവൻ വലിയ ചതിയനാണ്, ഡിസീറ്റ്ഫുൾ ആണ് എന്നുള്ള ചിന്ത ഈ ദിവസം നാളെ പരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ കർത്താവിൻ്റെ മക്കളായി ജീവിപ്പാനായിട്ട് ഞങ്ങളെയൊക്കെ ഇടവരുത്തണമേ. പിശാചിൻ്റെ അടിമത്തത്തിൽ ഒരിക്കലും ആയിരിക്കാനായിട്ട് ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ പല കാര്യങ്ങളെ കാണിക്കും, പല രീതിയിലെ കാണിക്കും കർത്താവെ. പല ഡിസീറ്റിംഗ് ആയിട്ടുള്ള ചതിവ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് തെറ്റിച്ചുകൊണ്ട് പോകും കർത്താവെ. നിൻ്റെ പ്രാർത്ഥനയിൽ പോലും പറഞ്ഞത് ഇങ്ങനെയായിരുന്നല്ലോ കർത്താവെ, പരീക്ഷയിൽ ഞങ്ങളെ അകപ്പെടുത്താതെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥനയിൽ പോലും കർത്താവെ നീ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് കർത്താവെ, ഈ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ അകപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ എന്നേക്കുമായിട്ട് വിടുവിക്കണമേ. ഈ വലിയ പ്രത്യാശ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന ലിവറിനുമായിട്ട് പ്രയാസമുള്ള ചില കർത്താവ് വ്യക്തികളെ ഇന്ന് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലിവർ ട്രാൻസ്പ്ലാന്റ് വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില വ്യക്തികൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വലിയൊരു വിടുതൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതൊക്കെ സെൽസാണ് ഡാമേജ് ആയിപ്പോയത് അതെല്ലാം പുതുതായിട്ട് റീക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിൽ അത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലങ്സിലെ ക്യാൻസർ ആയിട്ടിരിക്കുന്ന ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഈ ദിവസങ്ങൾ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലങ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങളിലും ശ്വാസം എടുക്കാൻ വയ്യാതിരിക്കുന്ന ബ്രീത്തിങ് പ്രോബ്ലമുള്ള ചില വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ആ പ്രയാസമുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് ദൈവം വലിയൊരു വിടുതലും അനുഗ്രഹവും നിങ്ങൾക്ക് അയക്കും. ദൈവത്തിൻ്റെ നാമത്തിൽ ഉറച്ച് ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അത് ദൈവം നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ ഉറയ്ക്കുന്നു. ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് അവരെല്ലാം ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുന്ന സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങൾ തുടർന്ന് ഇത് വാച്ച് ചെയ്യുക. ഈ ദിവസങ്ങളിലെ വെളിപ്പാട് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭരണത്തിൻ്റെ കാര്യവും അതുപോലെ ബന്ധപ്പെട്ടുള്ള ക്രോധം ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന കാര്യമാണ് ഇനി ചിന്തിക്കുന്നത്. തുടർന്ന് നിങ്ങളിത് വാച്ച് ചെയ്യണം.
എല്ലാവർക്കും ഇത് അനുഗ്രഹപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.